ബോളിവുഡ് നടി ശിൽപ ഷെട്ടിക്കും ഭർത്താവ് രാജ് കുന്ദ്രയ്ക്കുമെതിരെ വഞ്ചനാ കേസ്. 60 കോടി രൂപ തട്ടിയെടുത്തെന്നാരോപിച്ച് മുംബൈയിലെ ബിസിനസ്സുകാരനാണ് പരാതി നൽകിയത്. ശിൽപ ഷെട്ടിക്കും രാജ് കുന്ദ്രയ്ക്കും ബിസിനസ് വിപുലീകരിക്കാൻ 60 കോടി രൂപ നൽകിയെന്നും അത് വ്യക്തിഗത ചെലവുകൾക്കായി ചെലവഴിച്ചുമെന്നുമാണ് ബിസിനസ്സുകാരന്റെ പരാതി. താരദമ്പതികളുടെ ഇപ്പോൾ പ്രവർത്തനരഹിതമായ ബെസ്റ്റ് ഡീൽ TV പ്രൈവറ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ് കേസ്. 2015-2023 കാലഘട്ടത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 2015-ൽ ഏജന്റ് വഴിയാണ് താരദമ്പതികളുമായി ബന്ധപ്പെട്ടതെന്നും പരാതിക്കാരൻ അവകാശപ്പെടുന്നു. തുടക്കത്തിൽ 75 കോടി രൂപ വായ്പ എടുക്കാനായിരുന്നു പ്ലാൻ. എന്നാൽ ഉയർന്ന നികുതി ഒഴിവാക്കാൻ തുക ഒരു നിക്ഷേപമായി മാറ്റാൻ ഇടനിലക്കാരൻ നിർദ്ദേശിച്ചു. പണം കൃത്യസമയത്ത് തിരികെ നൽകാമെന്ന് പറഞ്ഞാണ് കരാറിൽ ഏർപ്പെട്ടതെന്നും പരാതിക്കാരൻ പറയുന്നു. 2015 ഏപ്രിലിൽ ആദ്യ ഗഡു കൈമാറി. പിന്നീട് രണ്ടാമത്തെ കരാർ ഒപ്പിട്ടു. 2015 ജൂലൈ മുതൽ 2016 മാർച്ച് വരെ 28 കോടി രൂപ കൈമാറിയതായും ബിസിനസ്സുകാരൻ പറയുന്നുണ്ട്. താരദമ്പതികൾ ആസൂത്രിതമായ ഗൂഢാലോചന നടത്തിയെന്നും ബിസിനസ് ആവശ്യങ്ങൾക്കായി പണം കൈപ്പറ്റിയെന്നും പരാതിയിൽ ആരോപിക്കുന്നു. വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചന എന്നീ കുറ്റങ്ങൾ ചുമത്തി ആദ്യം കേസ് ഫയൽ ചെയ്തിരുന്നു. എന്നാൽ 10 കോടി രൂപയ്ക്ക് മുകളിലുള്ള വഞ്ചന കേസായതിനാൽ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിലേക്ക് കേസ് കൈമാറി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.